So today we are going to discuss the design of bolted connections. And before moving on to the design procedure, let's see the properties of bolt. So bolt in the important properties nokam, and one is the grade designation. Bolt നമ്മൾ പറയുന്നത് ഓരോ ഗ്രേഡ് വൈസ് ആയിരിക്കും. ലൈക്ക് ബോൾട്ട് 4.6 4.6 ഗ്രേഡ് എന്ന് വെച്ചാൽ ഓക്കെ, ഈ ഗ്രേഡിൽ തന്നെ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക്, അതായത് ആ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഗ്രേഡ് 4.6 എന്ന് വെച്ചാൽ ഈ 4 കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദിസ് 4? So for example 4.6 ആണ് എടുക്കുന്നതെങ്കിൽ the number 4 indicates 1/100th of the nominal ultimate tensile strength in Newton per mm square. Okay, അതായത് 1/100th nominal ultimate tensile strength ന്റെ 1/100th ആണ് ഈ 4. Okay, that means nominal ultimate tensile strength എത്രയായിരിക്കും? 100 into 4, that is 400. Okay, so 400 ആയിരിക്കും nominal ultimate strength. Okay, and ഇവിടെ അതുപോലെ തന്നെ 4.8, അപ്പോൾ ഇവിടെ 400 അല്ല 420. Okay, slight difference is there. Okay, ഇവിടെ അതുപോലെ 500 and 520. So ഈ വാല്യൂസ് നമുക്ക് പേജ് 13 IS 800 2007 പേജ് 13 the grade and ഗ്രേഡിൻ്റെ ഓരോ ഗ്രേഡിൻ്റെയും മിനിമം അൾട്ടിമേറ്റ് സ്ട്രെസ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് again this 0.6, 0.8, 0.6, 0.8. okay, so what does this denote? ഈ 0.6 denote ചെയ്യുന്നതെന്ന് വെച്ചാൽ, so 0.6 or that 0.8 is the ratio of yield stress to the ultimate strength. അപ്പോൾ yield stressഉം ultimate stressഉം തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് ഈ 0.6, 0.8 എന്ന് പറയുന്നത്. അതായത് 240/400 will give us 0.6. okay, അതുപോലെ 320/420 around 0.8 കിട്ടും, ആൻഡ് 300/500 will give us 0.6. അപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് ഈ പോയിന്റും. ഓക്കെ, ആൻഡ് ഈ 4 എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിൻ്റെ ഒരു 1/100th പാർട്ടാണ് ഈ 4 ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ്, അതാണ് ഗ്രേഡ് സ്പെസിഫിക്കേഷൻ. അഗെയിൻ നെക്സ്റ്റ് ലെറ്റ് us see the ഡിസൈൻ പാർട്ട്. ഇപ്പോൾ ഡിസൈൻ പാർട്ടിലെ സ്റ്റെപ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ജോയിൻറ്റിൽ ദർ വിൽ ബി എ പ്ലേറ്റ്, ദർ വിൽ ബി 2 plates കണക്റ്റഡ് ബൈ ബോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേറ്റും അതുപോലെ തന്നെ ബോൾട്ടും ഓക്കെ, രണ്ട് കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോൾട്ടിൽ നമുക്കറിയാം ദർ ആർ 2 types ഓഫ് ഫെയിലിയർ, മെയിൻലി 2 സിഗ്നിഫിക്കൻറ്റ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണുള്ളത്. ഓക്കെ, വൺ ഈസ് ബെയറിംഗ് ഫെയിലിയർ ആൻഡ് അതർ ഈസ് ഷിയറിംഗ് ഫെയിലിയർ. അപ്പോൾ ഇതിന് രണ്ടിനെയും, ഈ 2 ഫെയിലിയറും ഉണ്ടാകാതിരിക്കാനുള്ള കപ്പാസിറ്റി ബോൾട്ടിന് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ വി ഹാവ് ടു ഡിസൈൻ ദി ബോൾട്ട് ഫോർ accommodating the shear stress and also the bearing stress. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ബോൾട്ടിൻ്റെ കേസസിൽ നമുക്ക് ഷിയർ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ബെയറിംഗ് സ്ട്രെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ആസ് പെർ ദ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഗിവൺ ഇൻ IS 800 2007. അപ്പോൾ ആദ്യം തന്നെ ബോൾട്ടിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. സോ ബോൾട്ടിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. ഇപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, സോ ഡിസൈൻ സ്ട്രെങ്ത് ഈസ് ദ ലീസ്റ്റ് ഓഫ്, ഇപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഉണ്ട്, ബെയറിംഗ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ബോൾട്ടിൽ ഇതിൽ ലീസ്റ്റ് ഏതാണ്, അപ്പോൾ ആ ലീസ്റ്റ് വെച്ചിട്ടാണ്, ഓക്കെ, ഒരു ലോവർ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആൻഡ് ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. അപ്പോൾ ഇത് 10.3.2, ഓക്കെ, ആ 10.3 ക്ലോസിൽ ഡിസൈൻ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സും പേജ് നമ്പർ 75 തന്നെ പറയുന്നുണ്ട്. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ ഇതിൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് നമുക്ക് ആദ്യം വേണ്ടത്, ഇതിൽ രണ്ടിലും ലോവർ വാല്യൂ ആണ് വേണ്ടത്. സോ ഷിയർ സ്ട്രെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ, ക്ലോസ് 10.3.3 ഷിയർ സ്ട്രെങ്ത്തിൻ്റെ, ഓക്കെ, ഡിസൈൻ ഷിയർ, DS എന്ന് വെച്ചാൽ ഡിസൈൻ ഷിയർ ഓഫ് ദി ബോൾട്ട്. അപ്പോൾ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു നോമിനൽ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് മെറ്റീരിയൽ, അതായത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ദി മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞായിരുന്നു ഡിസൈൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ബൈ ദറ്റ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അല്ലേ. അപ്പോൾ ഇവിടെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു ദ നോമിനൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അപ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ വാല്യൂ വി ഗെറ്റ് ഇറ്റ് ഫ്രം ടേബിൾ 5 of IS 800,
ഇപ്പോൾ പേജ് 30 ഓക്കെ. സോ ദാറ്റ് വാല്യൂ വി ഗെറ്റ്. ഇപ്പോൾ ബോൾട്ടഡ് കണക്ഷൻസിന് യൂഷ്വലി 1.25 ആണ് ആ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ. അഗെയിൻ ഈ VNSB, ദറ്റ് ഈസ് ദ നോമിനൽ ഷിയർ കപ്പാസിറ്റി. സോ നോമിനൽ ഷിയർ കപ്പാസിറ്റിക്കും ഓക്കെ അതിന് അതായത് ഈ സ്റ്റെപ്സ് ഒക്കെ തന്നെ നമ്മുടെ കോഡിലുണ്ട്. സോ ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ നോമിനൽ ഷിയർ കപ്പാസിറ്റി ഓഫ് ദി ബോൾട്ട്. സോ ഇതാണ് ഇക്വേഷൻ വിച്ച് ഇസ് ഗിവൺ ഇൻ ദി കോഡ്. അപ്പോൾ ഈ ഇക്വേഷനിൽ FUB എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ 400 എന്നൊക്കെ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. ആൻഡ് NNANB, അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. സോ ഈ N ഡിനോട്ട് ചെയ്യുന്ന നമ്പറും A ഡിനോട്ട് ചെയ്യുന്നത് ഏരിയയാണ്. ഓക്കെ, സോ NN ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ത്രെഡ് പോർഷൻ. നമുക്ക് ഷിയർ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പം ഇങ്ങനെ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, സോ ഇങ്ങനെ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഷിയർ പ്ലെയിൻ ഏതായിരിക്കും? ഇതായിരിക്കും. ഇങ്ങനെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇത് എവിടെ ഷിയർ ആകുന്നത്? ഈ ഒരു പോർഷനിൽ, ഈ ഒരു പ്ലെയിനിലാണ് ഷിയർ ആകുന്നത്. സോ ദിസ് ഈസ് ദ ഷിയർ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന, അപ്പോൾ ഇതിലാണ് നമ്മൾ ബോൾട്ട് കണക്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇതിൽ ബോൾട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് ഈ ഒരു ബോൾട്ടിൻ്റെ ത്രെഡ് പോർഷൻ ആയിരിക്കും ഈ ഒരു ഷിയർ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്നത്, അല്ലേ? സോ ഒരു ലാബ് ജോയിൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ത്രെഡ് പോർഷൻ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ അതുപോലെ എത്ര ബോൾട്ട്, ഓക്കെ, ദ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ്, ഇപ്പോൾ ത്രെഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഷിയർ പ്ലെയിൻസിൻ്റെ നമ്പറാണ് NN. ഓക്കെ, സോ ഇപ്പം നമ്മൾ എടുത്ത ആ കേസിൽ, ഇപ്പം ഇങ്ങനെ ഒരു കേസാണെങ്കിൽ ഇപ്പം ഈ ഒരു ബോൾട്ടാണ് ഉള്ളത്. ഓക്കെ, അതായത് ഈ ഒരു കേസ് ഒരു സിംഗിൾ ബോൾട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബോൾട്ടിൽ ഇപ്പോൾ എത്ര ഷിയർ പ്ലെയിൻസ് ഉണ്ടാകും? ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ ആണുള്ളത്, അല്ലേ? അതുപോലെ ഇത് ഇപ്പോൾ എത്ര ബോൾട്ട് ഉണ്ടോ, സോ ഓരോ ബോൾട്ടിനും ഓരോ ഷിയർ പ്ലെയിൻ ആണ് ലാബ് ജോയിൻറ്റിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ദിസ്, അപ്പോൾ ലാബ് ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ബോൾട്ടിൻ്റെ ത്രെഡ് പോർഷൻ എന്തായാലും ഇതിലേക്ക് കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും, അല്ലേ? സോ ത്രെഡ് പോർഷൻ വിൽ പാസ് ത്രൂ ദിസ് ഷിയർ പ്ലെയിൻ. അഗെയിൻ ബഡ് ജോയിൻറ്റിൻ്റെ കേസിൽ, ബഡ് ജോയിൻറ്റ് നമുക്കറിയാം അതിന് കുറച്ചും കൂടെ തിക്നെസ് കൂടുതലായിരിക്കും. ബിക്കോസ് രണ്ട് പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് അതിൽ കവർ പ്ലേറ്റും കൂടെ വെക്കുകയാണ്. സോ ഇവിടെ രണ്ട് ഷിയർ പ്ലെയിൻസ് ഫോം ചെയ്യും. വൺ ഇസ് ഈ അപ്പർ കവർ പ്ലേറ്റും ഈ പ്ലേറ്റും, അതുപോലെ തന്നെ ലോവർ കവർ പ്ലേറ്റും ഈ മെയിൻ പ്ലേറ്റും. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് ഷിയർ പ്ലെയിൻസ് ഫോം ചെയ്യും, ടോപ്പിലും ബോട്ടത്തിലും. അപ്പോൾ ഈ ടോപ്പിൽ ഷാങ്ക് പോർഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു ബോൾട്ടിൻ്റെ ഓക്കെ ഇങ്ങനെ ബോൾട്ടിൻ്റെ ടോപ്പിൽ വരുന്ന ഈ പോർഷൻ എന്തായിരിക്കും? ഷാങ്ക് പോർഷൻ ആയിരിക്കും. അതിന് ശേഷമാണ് ത്രെഡ് പോർഷൻ വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു അപ്പർ സൈഡിൽ ഈ ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഷാങ്ക് പോർഷനിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഷിയർ പ്ലെയിനും ഇവിടെ ഒരു ഷിയർ പ്ലെയിനാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലേ? ഈ ഒരു കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അപ്പർ സൈഡിൽ ഷിയർ പ്ലെയിൻ ദാറ്റ് വിൽ പാസ് ത്രൂ ഷാങ്ക് ആൻഡ് ഈ ലോവർ ഷിയർ പ്ലെയിൻ ദാറ്റ് വിൽ പാസ് ത്രൂ ദ ത്രെഡ്. അപ്പോൾ അങ്ങനെ എത്ര ഷിയർ പ്ലെയിൻസ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എത്ര ഷിയർ പ്ലെയിൻസ് ഷാങ്കിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, എത്ര ഷിയർ പ്ലെയിൻസ് ത്രെഡിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അഗെയിൻ ലാബ് ജോയിൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഓക്കെ, ലാബ് ജോയിൻറ്റിൽ ഷിയർ പ്ലെയിൻ ത്രെഡിൽ കൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. വെറാസ് ബഡ് ജോയിൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ഇങ്ങനെ രണ്ട് ഓക്കെ, ബിക്കോസ് രണ്ട് ഷിയർ പ്ലെയിൻസ് ഉണ്ട്, അതിലൊരു ഷിയർ പ്ലെയിൻ ത്രെഡിൽ കൂടെയും മറ്റേ ഷിയർ പ്ലെയിൻ ഷാങ്കിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, അത് ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ക്ലിയർ. അതുപോലെ തന്നെ ഒരു സിംഗിൾ കവർ പ്ലേറ്റ് ആണെങ്കിൽ, സിംഗിൾ കവർ പ്ലേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര ഷിയർ പ്ലെയിൻ ഉണ്ടാകും? ഇവിടെ ഈ ഒരു പോർഷനിൽ മാത്രമേ ലോവർ പോർഷനിൽ മാത്രമേ ഷിയർ പ്ലെയിൻ ഫോം ചെയ്യുള്ളൂ. ആൻഡ് ദാറ്റ് ഷിയർ പ്ലെയിൻ വിൽ പാസ് ത്രൂ ത്രെഡ് ഓൺലി. ത്രെഡിൽ കൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. കാരണം എപ്പോഴും ഒരു ബോൾട്ടിൻ്റെ അപ്പർ പോർഷനാണ് ഷാങ്ക്, ഓക്കെ, ആൻഡ് ലോവർ പോർഷനാണ് ത്രെഡ്. ക്ലിയർ? സോ ഇവിടെ ഈ കേസിലും അതുപോലെ തന്നെ ഈ കേസിലും shear plane will only pass through the thread region, and in case of butt joint, shear plane will pass through both shank and thread. അപ്പോൾ എത്ര shear planes പാസ് ചെയ്തു എന്നാണ് ഈ NN നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, that is the number of shear planes passing through
thread portion, that is NN. And NS എന്ന് വെച്ചാൽ the number of shear plane passing through shank portion. ഓക്കെ, എസ് എന്ന് വെച്ചാൽ ഷാങ്ക് പോർഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഷിയർ പ്ലെയിൻസിൻ്റെ നമ്പർ. അഗെയിൻ ANB എന്ന് വെച്ചാൽ ദറ്റ് ഈസ് 0.78, ദറ്റ് ഈസ് ദ നെറ്റ് ഷിയർ ഏരിയ ഓഫ് ദി ബോൾട്ട്. അപ്പോൾ ത്രെഡ് പോർഷനിൽ നമുക്കറിയാം, ത്രെഡ് പോർഷനിൽ ഷാങ്ക് പോർഷൻ്റെ അത്രയും ഏരിയ ഇല്ല അല്ലേ, ത്രെഡഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. സോ അവിടുത്തെ ഏരിയ, അവിടെയുള്ള ഏരിയ എത്രയായിരിക്കും? 78% ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദറ്റ് ഈസ് 0.78 ഇൻറ്റു ദറ്റ് നെറ്റ് ഏരിയ. ഓക്കെ, അതേപോലെ ASB എന്ന് വെച്ചാൽ ഷാങ്കിൻ്റെ ഏരിയ. ഷാങ്കിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ വി നോ, അതായത് ആ ഡയമീറ്ററുമായിട്ട് ഓക്കെ π/4 ഇൻറ്റു d² ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ചെയ്യാൻ നേരത്തെ വി ഗെറ്റ് ദി ഏരിയ ഓഫ് ദിസ് പാർട്ട്. ഓക്കെ, ദറ്റ് ഈസ് ദ ഷാങ്ക് ഏരിയ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നേരത്ത് വി ഗെറ്റ് ദി വാല്യൂ ഫോർ നോമിനൽ ഷിയർ കപ്പാസിറ്റി ഓഫ് ദി ബോൾട്ട്. അപ്പോൾ ഈ നോമിനൽ ഷിയർ കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഓക്കെ, വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ. അതായത് നോമിനൽ ബൈ ഇത് 1.25 ആയിരിക്കും ആസ് പെർ, അതായത് ടേബിൾ 5 എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ ദി ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ ഇങ്ങനെയാണ്, ഇവിടെ നിന്നാണ് ഷിയർ സ്ട്രെങ്ത് കിട്ടുന്നത്. നെക്സ്റ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദി ബെയറിംഗ് സ്ട്രെങ്ത്. ഓക്കെ, സോ ബെയറിംഗ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്ലോസ് 10.3.4, അതായത് പേജ് നമ്പർ 75 തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിസൈൻ ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട്. ഓക്കെ, DPB, അതായത് ബോൾട്ടിന് നമ്മൾ B എന്ന് ഓൾറെഡി ഡിനോട്ട് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ബെയറിങ്ങിന് P എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡിസൈൻ ബെയറിംഗ് ഓഫ് ദി ബോൾട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നോമിനൽ ബെയറിംഗ് ഓഫ് ബോൾട്ട് ഡിവൈഡഡ് ബൈ ഗാമ MB. ഗാമ MB എന്ന് വെച്ചാൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വിച്ച് ഇസ് ദ സെയിം, നേരത്തെ എടുത്ത് സെയിം തന്നെ. ഓക്കെ, അത് പേജ് 30 ടേബിൾ 5 തന്നിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ ഇവിടെയും നോമിനൽ ബെയറിംഗ് കപ്പാസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് നോമിനൽ ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല അതിൻ്റെ അടുത്ത് തന്നെ, അതായത് ആ കോഡിൽ തന്നെ തന്നിട്ടുണ്ട്. ദറ്റ് ഇസ് 2.5 K⁵B dt ഇൻറ്റു FU. ഓക്കെ, ആൻഡ് KB എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഓഫ്. ഓക്കെ, സോ ദറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഓഫ്, നമുക്ക് 3 വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ഇതിൽ സ്മോളസ്റ്റ് വാല്യൂ ആണ്, സോ ദറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, ആൻഡ് ഈ സ്മോളസ്റ്റ് വാല്യൂ ആണ് KB. ഓക്കെ, ഇതിൽ E എന്ന് വെച്ചാൽ എന്താ? ഈസ് ദി എൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞായിരുന്നു, അതായത് ഇതിൻ്റെ തിയറി പാർട്ടിൽ. ഓക്കെ, സോ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് ഇങ്ങനെ 2 പ്ലേറ്റ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വി ആർ ജോയിനിങ് 2 പ്ലേറ്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ബോൾട്ട്. സോ ദിസ് ഇസ് ദ ബോൾട്ട്. ഈ എൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൻഡ് ഡിസ്റ്റൻസ്. ബോൾട്ടും ഈ പ്ലേറ്റിൻ്റെ എൻഡും തമ്മിലുള്ള, ദിസ് ഇസ് ദ എൻഡ് പോർഷൻ, എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൻഡ് ഡിസ്റ്റൻസ്. ആൻഡ് പ്ലേറ്റിൻ്റെ എഡ്ജ് പോർഷൻ എവിടെ വരും? ദിസ് ഇസ് ദ എഡ്ജ്. ഓക്കെ, എഡ്ജും ബോൾട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എഡ്ജ് ഡിസ്റ്റൻസ്. ഓക്കെ, സിമിലർലി പിച്ച് എന്ന് പറയുമ്പോൾ, ഓക്കെ, പിച്ച് എന്ന് പറയാൻ നേരത്ത് ഇത് ഒരു പ്ലേറ്റ്, ഇത് അനദർ പ്ലേറ്റ്, ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ വി ആർ കണക്റ്റിംഗ് ഇറ്റ് വിത്ത് ബോൾട്ട്. സോ പിച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് ലോഡെങ്കിൽ ലോഡിന് പാരലൽ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ദ ഡിസ്റ്റൻസ്, ദ സെൻറ്റർ ടു സെൻറ്റൻസ്, സോ ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ബോൾട്ട് along the direction of force. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിന് പിച്ച് എന്നും പറയും. ആൻഡ് ഗേജ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോൾട്ട്. ഓക്കെ, അതായത് 2 അഡ്ജസൻറ്റ് ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ദറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. സോ അതാണ് ഗേജ് ഡിസ്റ്റൻസ്. അപ്പോൾ പിച്ച് ഡിസ്റ്റൻസും ഗേജ് ഡിസ്റ്റൻസും അത് കോഡിലും ഉണ്ട്. അതായത് മിനിമം പിച്ച് എത്ര വേണം, അതുപോലെ മിനിമം എൻ ഡിസ്റ്റൻസ് എത്ര വേണം എന്നുള്ള കാര്യങ്ങൾ കോഡിലുണ്ട്. ഓക്കെ, സോ E/3 ഇൻറ്റു D0. അപ്പോൾ D0 എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഹോൾ. ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ ആണ് D0. ഓക്കെ, ആൻഡ് സോ ഇതിൽ മിനിമം വാല്യൂ ഏതാണ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദറ്റ് ഈസ് KB. അഗെയിൻ D എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ആൻഡ് T is the thickness of the plate. ഓക്കെ, ഇപ്പോൾ 2 പ്ലേറ്റ്സും ഡിഫറെൻറ്റ് തിക്നെസ് ആണെങ്കിൽ നമ്മളതിൽ സ്മോളർ പ്ലേറ്റ് ആണ് എടുക്കുന്നത്. അഗെയിൻ FU is the ultimate tensile strength of plate.
ഓക്കെ, FU എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അഗെയിൻ ഇൻ കേസ് ഓഫ് ലാബ് ജോയിൻറ്റിൽ ഇപ്പോൾ രണ്ട് പ്ലേറ്റ്സും സെയിം തിക്നെസ് ആണെങ്കിൽ നമുക്ക് T എന്ന് വെച്ചാൽ ആ തിക്നെസ് തന്നെ എടുക്കാം. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് തിക്നെസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ 12 mm 16 mm തമ്മിൽ ജോയിൻ ചെയ്യാണ്, ഓവർലാപ്പ് ചെയ്തിട്ടുള്ളൊരു ലാബ് ജോയിൻ്റ് ആണെങ്കിൽ, ഇൻ ദാറ്റ് കേസ് ദ തിക്നെസ് വിൽ ബി ദ സ്മോളസ്റ്റ് ഓഫ് T1 ആൻഡ് T2. ഓക്കെ, അതായത് 12 16 ആണെങ്കിൽ സ്മോളസ്റ്റ് ഏതാ 12 mm. അപ്പോൾ 12 mm ആയിരിക്കും തിക്നെസ്. ഓക്കെ, സ്മോളസ്റ്റ് തിക്നെസ് ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ഇൻ കേസ് ഓഫ് ബഡ് ജോയിൻറ്റിൻ്റെ കേസിൽ the thickness will be the smallest of, ഇപ്പോൾ കവർ പ്ലേറ്റ് നോക്കുക. ഓക്കെ, കവർ പ്ലേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കവർ പ്ലേറ്റും അതിൽ ഏതാണ് സ്മോളസ്റ്റ് എന്ന് നോക്കുക. സോ അതായിരിക്കും സിംഗിൾ കവർ പ്ലേറ്റിലെ തിക്നെസ്. ഇനി ഡബിൾ കവർ പ്ലേറ്റിലെ തിക്നെസ് എന്ന് വെച്ചാൽ ദ സ്മോളസ്റ്റ് ഓഫ് ദി തിക്നെസ് ഓഫ് പ്ലേറ്റ് ആൻഡ് 2 times ദി തിക്നെസ് ഓഫ് കവർ പ്ലേറ്റ്. ഓക്കെ, ഇപ്പോൾ രണ്ട് കവർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ, സോ ഇഫ് യു ആർ പ്രൊവൈഡിങ് 2 cover plates, ഇങ്ങനെ രണ്ട് പ്ലേറ്റ്സ് ആൻഡ് ഇങ്ങനെ രണ്ട് കവർ പ്ലേറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഓക്കെ, ഇത് ഫസ്റ്റ് കവർ പ്ലേറ്റ്, ഇത് സെക്കൻഡ് കവർ പ്ലേറ്റ്, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ, ഓക്കെ, അതായത് 2 times ദി തിക്നെസ്, കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് എടുക്കുക. അതുപോലെ തന്നെ ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് നോക്കുക, ഇതിൽ ഏതാണ് സ്മോളസ്റ്റ്. സോ അതായിരിക്കും ഡബിൾ കവർ പ്ലേറ്റിൽ നമ്മൾ ഈ തിക്നെസ് ആയിട്ട് ഇവിടെ T ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ദ നോമിനൽ ബെയറിംഗ് സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്തത്, ദറ്റ് ഈസ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആൻഡ് ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് അപ്പോൾ ഓരോ ജോയിൻറ്റിൽ എന്തൊക്കെയുണ്ട്? ബോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, ജോയിൻറ്റിൽ കണക്ട് ചെയ്യുന്ന പ്ലേറ്റ്സ് ഉണ്ട്. അഗെയിൻ ഈ പ്ലേറ്റ്സും ഫെയിൽ ആകാതെ നോക്കണം അല്ലേ. അപ്പോൾ ഈ പ്ലേറ്റ്സിൻ്റെ സ്ട്രെങ്ത് ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ദറ്റ് ഈസ് ഗിവൺ ഇൻ പേജ് 32 ഈ പ്ലേറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് തരുന്നത്. ഓക്കെ, പേജ് 32, ദറ്റ് ഈസ് ക്ലോസ് 6.3. So the design tensile strength of plate in the joint is the strength of thinnest member. Okay, ഇപ്പോൾ രണ്ട് പ്ലേറ്റ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ തിന്നസ്റ്റ് മെമ്പറിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ബിക്കോസ് ദാറ്റ് ഈസ് മോർ ലൈക്ലി ടു ഫെയിൽ. സോ TDN, okay, TDN is equal to the tensile strength, the design tensile strength is equal to 0.9 ANFU by gamma M1. ഈ ഗാമ M1ൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേജ് 30 we'll get the value. And AN എന്ന് വെച്ചാൽ the effective area of the plate at critical section. അപ്പോൾ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെക്ഷൻ ഇത്, അവിടുത്തെ എഫക്റ്റീവ് ഏരിയ, ടോട്ടൽ ഏരിയ ആണ് AN. ഓക്കെ, ആൻഡ് FU is the ultimate stress of the material. ഓക്കെ, ആൻഡ് ഈ ANൻ്റെ വാല്യൂ നമുക്ക് നെറ്റ്, ഓക്കെ, ക്രിട്ടിക്കൽ ഏരിയയിലാണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു B മൈനസ് ND0 ഇൻറ്റു T. B എന്ന് വെച്ചാൽ വിഡ്ത്തിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം? ദ നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ. ഇപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ എത്ര ബോൾട്ട് ഹോൾ ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയാൻ നേരത്ത് ഇപ്പം ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ഈ പ്ലേറ്റ് ഇപ്പം ഇങ്ങനെ ബോൾട്ട്, ഓക്കെ, ബോൾട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഈ ഒരു പ്ലേറ്റിൽ ടേറിങ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സെക്ഷനിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ബോൾട്ട്, അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ. ഇവിടെ ആയിരിക്കും ടെൻഷൻ ഫെയിലിയർ ഉണ്ടാകുക. ഓക്കെ, ഇവിടെ ആയിരിക്കും ഇങ്ങനെ, അതായത് ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ കട്ടായി പോകും. സോ ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എത്ര ബോൾട്ട് ഉണ്ടെന്ന് നോക്കുക. ദറ്റ് ഈസ് ദ N, നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. സോ ഹിയർ ഇറ്റ് ഈസ് 2. അപ്പോൾ ഇങ്ങനെ ആ വാല്യൂ ആയിരിക്കും N, ആൻഡ് D0 എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദിസ് ബോൾട്ട് ഹോൾ, ആൻഡ് T ഈസ് ദ തിക്നെസ് ഓഫ് പ്ലേറ്റ്, ആൻഡ് B ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി പ്ലേറ്റ്. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? വി ഗോട്ട് ദി സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട്. ഇപ്പോൾ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് രണ്ട് ടേംസിലാണ് പറയുന്നത്, ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബെയറിംഗ് സ്ട്രെങ്ത്. ഓക്കെ, ആൻഡ് വി ഗോട്ട് ദി സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻറ്റ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻറ്റ് എന്ന് പറയാൻ നേരം അതിൽ ഈ മൂന്ന് കാര്യങ്ങളും വരണം, അതായത് ബോൾട്ടിൻ്റെ രണ്ട് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്തും പ്ലേറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തും. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ലെസ്സർ വാല്യൂ ഏതാണ്? ലോവർ വാല്യൂവിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ലോവർ വാല്യൂ ആണ് സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻറ്റ്. സോ
Lower value will be the strength, the design strength of the joint. Okay, and the efficiency is equal to strength of joint divided by the strength of the solid plate. So that is efficiency of the joint. Okay, so that is the strength of joint divided by strength of solid plate into 100. So what is the strength of joint? Strength of joint എന്ന് വെച്ചാൽ smaller of this ബോൾട്ടിൻ്റെയും അതുപോലെ തന്നെ ടെൻസൈൽ strength of the plate. ഇതിൽ smaller value ആണ് strength of the joint. Next is the design strength of solid plate is governed by yielding. Okay, design strength, solid plate in the design strength എത്രയാണെന്ന് ആണ് next. So that is another thing. That is equal to AGFY by gamma m naught. ഇതിൽ AG എന്ന് വെച്ചാൽ gross area. Okay, that is the total area. Width of the plate into thickness, that is the total area. Into Fy by gamma m naught. Okay, so Fy is the yield stress of the plate and gamma m naught നമുക്ക് page 30 ൽ നിന്ന് കിട്ടും. So these are the design. ഇതാണ് design procedure, and again next session we will see the some solved examples. Okay.